Hello everyone, welcome back to Vijayala 2.0. Plus 2 Business Studies exam കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വേഗം പഠിക്കാൻ കുറച്ച് ടൈമുള്ളൂ. അക്കൗണ്ടൻസി എക്സാം ആണ് അല്ലേ? അക്കൗണ്ടൻസി എക്സാമിലെ നിങ്ങൾ പഠിക്കേണ്ട ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളെ ബിസിനസ് എക്സാം കഴിഞ്ഞ് വന്ന വഴിക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ മിസ് പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബോത്ത് തിയറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് നമുക്കിതിൽ നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസും എത്ര മാർക്കിനാണ് എന്നും പ്രോബ്ലംസ് എല്ലാം നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാം താഴെ കിടക്കുന്നുണ്ട്. ഇതൊന്നും പോരാതെ നിങ്ങൾക്ക് വേണ്ടി വേറെയും വീഡിയോ വെയിറ്റിംഗ് ആണ്. പ്രോബ്ലംസും തിയറീസും എല്ലാം ഒരുമിച്ച് മിസ് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവരും വേഗം സമയം കളയാതെ പഠിക്കുക. ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ, കാരണം നാളത്തെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാം. ബിസിനസ് സ്റ്റഡീസ് എക്സാം എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അക്കൗണ്ടൻസി എക്സാമിന് വേണ്ടി പഠിക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുന്നത്തെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് വേറൊരു ഇൻഫോർമേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡിസംബർ മന്ത് ലാസ്റ്റോട് കൂടി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. +1 +2 ക്രാഷ് ബാച്ച്. +1 ക്രാഷ് ബാച്ചിലെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് കുട്ടികൾക്കും കൂടിയുള്ള ബാച്ചാണിത്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് ബാച്ചും അതേപോലെ തന്നെ +2ന്റെ നമ്മുടെ ക്രാഷ് ബാച്ചും കൂടിയാണ്, രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് കോൺടാക്റ്റിൽ നിങ്ങളൊന്നൊരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയും. മാത്രമല്ല കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ എക്സാമിന് ശേഷം നിങ്ങൾ അറിയിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോഴത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് മിസ് 3 പാഠാണ് പരീക്ഷയ്ക്കുള്ളത്. ബേസിക് കൺസെപ്റ്റ്, അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത്. അതിലെ ബേസിക് കൺസെപ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് ബാക്ക് സൈഡിൽ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ട് ആണ്. 3 മാർക്ക് 4 മാർക്കിനൊക്കെയാണ് നമുക്ക് ഈ ചോദ്യം വരിക. ലോൺ അക്കൗണ്ട് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് 3-4 മാർക്കിന് കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ അല്ലാതെ നമ്മൾ ഒരു വീഡിയോ പ്രോബ്ലം വൈസ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം പ്രോബ്ലം നമുക്ക് വരിക റിട്ടയർമെന്റ് ആയാലും ഡെത്ത് ആയാലും റിട്ടയർമെന്റ് ആയാലും നമുക്ക് ഒരേ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലാതെ ആൻസർ ഒരേ രീതി തന്നെയാണ്, ഡിഫറെന്റ് ഒന്നുമില്ല കേട്ടോ. അതിനുശേഷം റിട്ടയറിംഗ് ഓർ ഡെത്ത് പാർട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഡിസംബർ എക്സാമിനാണ് നമുക്കത് കൂടുതൽ വരിക. കാരണം എന്താ, ലാസ്റ്റ് ചാപ്റ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമുക്ക് തേർഡ് ചാപ്റ്ററിനുള്ളത് കൊണ്ട് 5 മാർക്കിന് റിട്ടയറിംഗ് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 5 മാർക്കിന് നഷ്ടമാവില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് കിട്ടും. പിന്നീട് സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്കിനും ചിലപ്പോൾ 3 മാർക്കിനും. ഇതിലെ 3 മാർക്കിന്ന് മിസ് 2, 3 എന്ന് പറയാനുള്ള കാരണം AFS കുട്ടികൾക്ക് 3 മാർക്കിനാവും ചോദിക്കാം, കമ്പ്യൂട്ടറിസ്റ്റുകൾക്ക് 2 മാർക്കിനാവും ചോദിക്കാം. അതുകൊണ്ടാണ് കേട്ടോ സാക്രിഫൈസിങ്ങും ഗെയിനിങ്ങും നമ്മൾ ഡിഫറൻസ് പഠിക്കണം. ജേർണൽ എൻട്രി വിത്ത് റിഗാർഡ്സ് ടു ഗുഡ് വിൽ ട്രീറ്റ്മെന്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ. ഗുഡ് വില് റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച പാർട്ട്ണർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ജേർണൽ എൻട്രി? ജേർണൽ എൻട്രി മാത്രമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട ജേർണൽ എൻട്രീസ് മാത്രമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. 4 മാർക്കിന്റെ ചോദ്യമാണ്, പഠിക്കണം. അതിനുശേഷം ഗെയിനിങ് റേഷ്യോ എന്താണ് എന്നും അതിന്റെ പ്രോബ്ലം നമുക്ക് വരും 2 മാർക്കിന്. ഗെയിനിങ് റേഷ്യോ എന്താണ്, അതിന്റെ ഇക്വേഷൻ ഏതാ, അതുപോലെ അതിന്റെ പ്രോബ്ലം 2 മാർക്കിന് എഴുതാം. പിന്നെ വാട്ട് ആർ ദ എമൗണ്ട് ഡ്യൂ ടു ഡെത്ത് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എമൗണ്ട്, ഡ്യൂ ടു മീൻസ് എന്താണ്, എന്തൊക്കെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അയാൾക്ക് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കേണ്ടത്, ഡെബിറ്റ് സൈഡിൽ കൊടുക്കേണ്ടത് എമൗണ്ടുകൾ ഏതാണെന്നാണ് എഴുതേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കേണ്ടത് പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കണം, ക്യാപിറ്റൽ കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, അതേപോലെ സാലറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം, അതുപോലെ ഗുഡ് വില്ലിന്റെ ഷെയർ കൊടുക്കണം. അതൊക്കെയാണ് നമുക്ക് ഈ എമൗണ്ട് വരാം. ഡെബിറ്റ് സൈഡിൽ ലോസിന്റെ ഷെയർ ഉണ്ടായിരിക്കാം, ഡ്രോയിങ്സ് ഉണ്ടാവാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാവാം. ഇതെല്ലാം അതിൽ എഴുതണ്ടേ. പിന്നീട് നമ്മൾ അടുത്ത 2ാം പാഠത്തിലേക്ക് കിടക്കുകയാണ്. 2ാം പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ 8 മാർക്കിന്റെ അഡ്മിഷൻ്റെ ചാപ്റ്ററിലുള്ള എസ്സേ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. നമുക്ക് റീവാലുവേഷൻ വെച്ചിട്ട് ഉള്ള പ്രോബ്ലം വരാം. റിട്ടയർമെന്റിലും അഡ്മിഷനിലും നമുക്ക് 8 മാർക്ക് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഏറ്റവും ബെറ്ററായി ചെയ്യേണ്ടത് അഡ്മിഷൻ്റെ ചാപ്റ്ററിലത്തെയാണ്. റിട്ടയർമെന്റിൽ നമുക്ക് ഒന്നും കൂടി ഒരു ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ 8 മാർക്കിൻ്റെ ചോദ്യമാണ്. റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുക, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക,
പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ബാലൻസ് ഷീറ്റ് ടാലി ആയിരിക്കണം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുക. പിന്നെ റിവാലുവേഷൻ വരയ്ക്കുമ്പോൾ അസറ്റ് ലയബിലിറ്റിയുടെ ചേഞ്ചസ് മാത്രം എഴുതുക. റിവാലുവേഷൻ പ്രോഫിറ്റ് കൊടുക്കുക. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ റിവാലുവേഷൻ അക്കൗണ്ട് മാത്രമായിട്ട് 4 മാർക്കിന് പ്രോബ്ലം ചെയ്യാൻ വരും. അതേപോലെ റിവാലുവേഷൻ്റെ ജേർണൽ എൻട്രീസ് 3 മാർക്കിന് വരുന്നുണ്ട്. അസറ്റ് ഇൻക്രീസ് ആയി, ലയബിലിറ്റി ഇൻക്രീസ് ആയി, എന്താണ് എൻട്രി വരിക, അങ്ങനെയാണ് കേട്ടോ ചോദ്യം വരിക. ജേർണൽ എൻട്രീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ജേർണൽ എൻട്രിയുടെ വീഡിയോ കണ്ടാൽ മതി. ഗുഡ്വിൽ എന്താണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വിൽ എന്താണ്, 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഗുഡ്വിൽ എന്ന് വെച്ചാൽ എന്താ, പ്രസന്റ് വാല്യൂ ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്, ഒരു റെപ്യൂട്ടേഷൻ ഓഫ് ഫേമിന്റെ റെപ്യൂട്ടേഷന്റെ വാല്യൂവിനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് വിളിക്കുന്നത്. ഒരു ഇൻടാൻജിബിൾ അസറ്റ് ആണ്. പല ഫാക്ടേഴ്സ്, നേച്ചർ ഓഫ് ബിസിനസ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, ലൊക്കേഷൻ, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, എല്ലാം പല ഫാക്ടേഴ്സിനും പലതായിരിക്കും. പിന്നെ ഗുഡ്വില്ലിന്റെ നീഡ് ഓർ സർക്കംസ്റ്റാൻസസ്, ഇത് കുറേ കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല. നീഡ്, സർക്കംസ്റ്റാൻസസ് എന്നൊക്കെ ചോദിച്ചാൽ, അതായത് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് നമ്മൾ ഗുഡ്വില്ല് കണ്ടുപിടിക്കേണ്ടി വരിക. അഡ്മിഷന്റെ സമയത്ത്, റിട്ടയർമെന്റ് സമയത്ത്, ഡെത്തിന്റെ സമയത്ത്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ, ഡിസൊല്യൂഷന്റെ സമയത്ത്, ഈ സമയത്തൊക്കെ നമ്മൾ ഗുഡ്വില്ല് കണ്ടുപിടിക്കണം. അതാണ് സർക്കംസ്റ്റാൻസസ്. ദെൻ സാക്രിഫൈസിങ് റേഷ്യോയുടെ പ്രോബ്ലം, അതുപോലെ സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിന്റെ മീനിങ് എന്താണ് വരാറുണ്ട്. ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നമുക്ക് 4 മാർക്കിന് വരാറുണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വഴിയും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴിയും അറിയണം. പക്ഷേ നിങ്ങൾ ക്യാപിറ്റലൈസും കൂടി നോക്കുക. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ വെച്ചിട്ടുള്ളത് നമുക്ക് ചില കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്ക് വരാറുണ്ട്. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കേണ്ടത് കൂടുതലും വരിക ആവറേജ് പീരിയഡ് വെച്ചിട്ടുള്ളതാണ്. ആവറേജ് പീരീഡ് വെച്ചിട്ടുള്ളത് 3 മാർക്കിനാണ് വരിക. മിഡിൽ ഓഫ് ദി മന്ത്, എൻഡ് ഓഫ് ദി മന്ത്, ബിഗിനിങ് ഓഫ് ദി മന്ത് ഒക്കെ വെച്ചിട്ടാണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് 5 മാർക്കിന് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. അപ്പോൾ ഇതറിയുന്നവർ ഇത് പഠിച്ചാൽ മതി, അല്ലാതെ റിട്ടയർമെൻറ്റ് ചെയ്യാം. ദെൻ പിന്നീട് നിങ്ങൾ പഠിക്കാനുള്ളത് ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും നമ്മളെ ഡിഫറൻസ് 3 മാർക്കിന് പഠിക്കാം. ബേസിക് കൺസെപ്റ്റിലേക്ക് വന്നു. അതായത് ഫിക്സഡിൽ ഒരു അക്കൗണ്ട്, 2 അക്കൗണ്ട് ഉണ്ട്, ഫ്ലക്ച്വേറ്റിങ്ങിൽ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കറണ്ടിൽ എഴുതുന്നു, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഫിക്സഡിൽ എഴുതുന്നു. പിന്നെ ബാലൻസ് ചേഞ്ച് ആവാം. അങ്ങനെയുള്ള നമ്മളെ ഓണപരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞതാണ്, ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. പിന്നെ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ആബ്സെൻസ് ഓഫ് ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ പ്രോഫിറ്റ് നമ്മൾ ഈക്വലി ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം കൊടുത്താൽ മതി 6%, ബാക്കിയൊന്നും കൊടുക്കണ്ട, റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കണ്ട. അത് നമുക്ക് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. പിന്നീട് ജേർണൽ എൻട്രി ഓൺ ദ ടൈം ഓഫ് അഡ്മിഷൻ, നമ്മൾ ജേർണൽ എൻട്രിയുടെ വീഡിയോയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഡ്മിഷൻ്റെ സമയത്തും റിട്ടയർമെൻറ്റ് സമയത്തും ഉള്ളതൊക്കെ അതിലുണ്ട്. അഡ്മിഷൻ്റെ സമയത്തുള്ളത് മാത്രമായിട്ട് നമുക്ക് 3 മാർക്കിന് ചോദിക്കുമ്പോൾ പുതിയ പാർട്ട്ണർ വന്നു, പ്രീമിയം കൊണ്ടുവന്നു എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുക. അതുപോലെ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഇതൊക്കെയാണ് നമ്മൾ അതിൽ കാണിക്കേണ്ടത്. പിന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓൺ ലോസിൻ്റെ ജേർണൽ എന്ന് വെച്ചാൽ ഒന്നുകിൽ റിസർവ് ആവാം, അല്ലെങ്കിൽ ലോസ് ആവാം. അതൊക്കെ എങ്ങനെയാണ് അവർ ഷെയർ ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓർ റിട്ടയർമെൻറ്റ്, ഇതിൽ ഏതിലും ചോദിച്ചാൽ കിട്ടണം. പിന്നീട് നമുക്ക് മേ ബി ചാൻസ് ഉള്ള 2 മാർക്കിൻ്റെ ചോദ്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതായത് ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയും, ഒപ്പം തന്നെ ഡ്രോയിങ്സും ഉണ്ടാവും. ഇതെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അത് 12 മാസക്കണക്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കിട്ടിയാൽ മതി. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫസ്റ്റ് ഉണ്ടാവുക, അതിനുശേഷം 3 മാസത്തിന് ശേഷമാണ് അഡീഷണൽ ക്യാപിറ്റൽ എങ്കിൽ അതെന്ന്, അതിനുശേഷം എന്നാണ്, അങ്ങനെ ഒരു മാസക്കണക്ക് വെച്ച് നോക്കിയാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനെ എല്ലാം കൂടി ഒരു 20 ചോദ്യമാണ് ഇതിൽ എഴുതിയിരിക്കണേ. ബോത്ത് തിയറീസ് ആൻഡ് പ്രോബ്ലംസ്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പ്രോബ്ലംസ് മാത്രം നോക്കിയാൽ അത്യാവശ്യം മാർക്ക് കിട്ടും. തിയറി മാത്രം നമ്മൾ നോക്കണ്ട, മാക്സിമം നിങ്ങൾ പ്രോബ്ലം വിത്ത് തിയറി നോക്കാം. ഒപ്പം നമുക്ക് AFS കുട്ടികൾ വരുന്നുണ്ട്, അവർക്കും പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ AFSകാർ 2ത്തെ പ്രോബ്ലംസ് നോക്കിയാലും നിങ്ങൾക്ക് മാർക്കുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡുകാർ അങ്ങനെയല്ല, 2ന്ന് തിയറീസും പ്രോബ്ലംസും നോക്കിക്കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അവർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അധികം പ്രോബ്ലംസ് ഇല്ല. ഓക്കെ. അപ്പോൾ ഇത്രയും 20 ക്വസ്റ്റ്യൻസ് എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആരും തന്നെ സ്കിപ്പ് ചെയ്യാതിരിക്കുക, ഒരു ചോദ്യം പഠിക്കാതിരിക്കരുത്. എല്ലാം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം നോക്കണം. ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഓരോ പ്രോബ്ലംസും സെപ്പറേറ്റ് കാണേണ്ടവർക്ക് കാണാം. എല്ലാത്തിലും നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് എങ്ങനെ ഒരു 10-25 ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും എന്നുള്ളത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യുക.
ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വലിയ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.